ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാമൂഹ്യശാസ്ത്ര ക്വിസിൻ്റെ കൊല്ലം ജില്ലയിലെ സബ് ജില്ലാ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മക്കൾ മുഴുവനായിട്ട് കാണുക, നന്നായിട്ട് പഠിക്കുക. LP മുതൽ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നൽകുക. മറ്റു ജില്ലകളിലെ സബ് ജില്ല കഴിഞ്ഞിട്ടില്ല, മക്കൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞാൽ ഉടനെ നൽകുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ജലദിനം മാർച്ച് 22 നമുക്കറിയാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയും വനിതാ ഗവർണറും ഒരേ സംസ്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണെന്നറിയാം. വനിതാ മുഖ്യമന്ത്രി ആരാണ്? സുജേത കൃപാലിനി. 3. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം 2002 മുമ്പ് വരെ വിശേഷ അവസരങ്ങളിൽ മാത്രമേ ദേശീയ പതാക പറത്തുവാൻ സാധാരണക്കാരന് അനുവാദമുണ്ടായിരുന്നുള്ളൂ. കേന്ദ്ര ക്യാബിനറ്റ് 2002 ജനുവരി 26 ഈ നിയമം ഭേദഗതി ചെയ്തു. നമുക്ക് ഏത് ദിവസവും ആദരവപൂർവ്വം ദേശീയ പതാക പറപ്പിക്കാം. പ്രമുഖ വ്യവസായി കോടതി സമർപ്പിച്ച ഒരു പരാതിന്മേലുള്ള വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഭേദഗതി വന്നത്. ആ വ്യവസായി ആരാണ്? ആൻസർ നെവിൻ ജിൻഡാൽ. 4ാമത്തെ ക്വസ്റ്റ്യന്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന ഗ്രന്ഥം രചിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? ആൻസർ EMS നമ്പൂതിരിപ്പാട്. 5. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ്? രാജ്യസഭാ അംഗമായിരുന്ന ഇദ്ദേഹത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രിയായി VP സിംഗ് നിയമിച്ചു. ISRO ചെയർമാനായ ആദ്യ മലയാളിയും ഇദ്ദേഹമാണ്. ആൻസർ MGK മേനോൻ. ഫുൾ നെയിം മാമ്പള്ളിക്കളത്തിൽ ഗോവിന്ദകുമാർ മേനോൻ. 6. ലോകത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളതും ജീവനക്കാരുള്ളതുമായ ബാങ്കുകളുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് SBI. 1ാം സ്ഥാനത്തുള്ള ബാങ്ക് ഏതാണ്? ഉത്തരം ദ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ചൈന. 7ാമത്തെ ക്വസ്റ്റ്യന്, ഒരു സംസ്ഥാനം ഒഴികെ മറ്റൊരു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവെക്കാത്ത 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലൊന്ന് മേഘാലയ. 2ാമത്തെ സംസ്ഥാനം ഏതാണ്? ആൻസർ സിക്കിം. 8. 2030 രാജ്യാന്തര ബഹിരാകാശ നിലയം അതിൻ്റെ സേവനം അവസാനിപ്പിക്കുകയാണ്. ഈ ഭീമാകാരമായ ബഹിരാകാശ നിലയം പസഫിക് സമുദ്രത്തിലെ ഒരു പ്രത്യേക സ്ഥലത്താണ് പതിക്കുക. കരപ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന സമുദ്രമേഖലയാണിത്. സാധാരണയായി കപ്പലുകൾ എത്താത്തതും മനുഷ്യ സാന്നിധ്യം തീരെ ഇല്ലാത്തതുമായ മേഖലയാണിത്. എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? ഉത്തരം പോയിന്റ് നെമോ. 9. ആസ്തിയേക്കാൾ കൂടുതൽ കടബാധ്യതയുള്ളതിനാൽ ലോൺ കൊടുക്കാൻ കഴിയാത്തതും ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ പ്രവർത്തനം നടക്കാത്തതുമായ ബാങ്കുകളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സോംബെ ബാങ്ക്. 10. സിനിമകൾ സെൻസർ ചെയ്യുമ്പോൾ സെൻസർ ബോർഡ് AU, UA എന്നിങ്ങനെ സർട്ടിഫിക്കറ്റുകൾ നൽകാറുണ്ട്. A എന്നാൽ അഡൾട്ട്സ് ഒൺലി എന്നാണ്. U എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ അൺറെസ്ട്രിക്റ്റബിൾ പബ്ലിക് എക്സിബിഷൻ. 11. ഇന്ത്യ പാക് വിഭജനം പ്രമേയമാക്കി ആഗ്രയിലെ ഷൂ നിർമ്മാതാവ് സലീം മിർസയുടെ കഥ പറഞ്ഞ ചലച്ചിത്രം. ദിൽരാജ് സാഹിനി, ഫറൂഖ് ഷെയ്ഖ്, ഷൗക്കത്ത് കഹിനി, ഗീത സിദ്ധാർത്ഥ് തുടങ്ങിയവർ അഭിനയിച്ചു. റഫി ആസ്മിയും ഷാമ സൈദിയും ചേർന്നൊരുക്കിയ തിരക്കഥയ്ക്ക് ദൃശ്യാവിഷ്കാരം നൽകിയ MS സത്യ എന്ന സംവിധായകനാണ്. ചിത്രത്തിൻ്റെ പേരെന്ത്? 12. സ്വാതന്ത്ര്യ സമരകാലത്ത് മാർട്ടിൻ സി എന്ന വ്യാജപ്പേരിൽ പാസ്പോർട്ട് സമ്പാദിച്ച് വിപ്ലവ പ്രചരണം നടത്തിയ ദേശീയ നേതാവ് ആര്? ആൻസർ MN റോയ്. 13. മാത്യു സാമുവൽ എന്ന മലയാളി തുടങ്ങിയ വെബ്സൈറ്റാണ് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ കോഴ വാങ്ങൽ പുറത്തു കൊണ്ടുവന്നത്. വെബ്സൈറ്റ് ഏതാണ്? ഉത്തരം നാരദ ന്യൂസ് കോം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണെന്നറിയാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ടെസ്സി തോമസ്. 15ാമത്തെ ക്വസ്റ്റ്യന്, 1942, 1946 എന്നീ വർഷങ്ങളിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നില്ല. എന്താണ് കാരണം? ഉത്തരം 2ാം ലോക മഹായുദ്ധം. 16. നാസയുടെ ചൊവ്വ പര്യവേഷണ റോവറായ പേഴ്സവറിനൊപ്പം ഒരു കുഞ്ഞൻ ഹെലികോപ്റ്ററും 2021 ഫെബ്രുവരിയിൽ ചൊവ്വയിലെത്തിച്ചിരുന്നു. ആ കുഞ്ഞൻ ഹെലികോപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ ഇൻജെന്യൂറ്റി. ന്യൂമിസ്മാറ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള ശാസ്ത്ര പഠനമാണ്? ഉത്തരം നാണയങ്ങൾ.
18. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്ത് വൃത്താകൃതിയിലുള്ള പിടിയുടെ സിലിണ്ടറുമായി ബന്ധിപ്പിക്കുന്ന ലോഹപാളിയിൽ A27, B24, C25, D19 എന്നിങ്ങനെ രേഖപ്പെടുത്തലുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഉത്തരം ഗ്യാസ് സിലിണ്ടറിൻ്റെ കാലാവധി. എ സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ, ബി ഏപ്രിൽ മുതൽ ജൂൺ വരെ, സി ജൂലൈ സെപ്റ്റംബർ, ഡി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ. 19. പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയും രാജ്യങ്ങളും ചുവടെ കൊടുക്കുന്നു. റോയിട്ടേഴ്സ് ബ്രിട്ടൻ, അൽ ജസീറ ഖത്തർ, ഷിൻഹുവ ചൈന, ഇർന ഏത് രാജ്യത്തിൻ്റെ വാർത്താ ഏജൻസിയാണ്? ഉത്തരം ഇറാൻ. 20ാമത്തെ ക്വസ്റ്റ്യന്, വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ചെമ്പ്രയിൽ 6800 അടി ഉയരത്തിൽ കാണുന്ന മനോഹരമായ തടാകത്തിൻ്റെ പേരെന്ത്? ആൻസർ ഹൃദയ സരസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിലൊന്ന്. ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിലും പിന്നീട് പരിശീലകൻ എന്ന നിലയിലും ലോകകപ്പ് ഫുട്ബോൾ കിരീടം ഏറ്റുവാങ്ങിയ ആദ്യ കളിക്കാരൻ ആര്? ഉത്തരം ഫ്രാൻസ് ബെക്കൻബോവർ. 1974 അദ്ദേഹം ക്യാപ്റ്റനായത്. 1990 കോച്ച്. രണ്ടാമത്തെ വ്യക്തി ആരാണ്? ഫ്രാൻസിലെ ദിദിയർ ദഷോം. അദ്ദേഹം 1998 ക്യാപ്റ്റനായത്. 2018 കോച്ച്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ പദവി വഹിക്കുന്നത് ആരാണ്? ആൻസർ സുപ്രീം കോടതി ചീഫ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് മക്കൾക്കറിയാലോ അല്ലേ? BR ഗവായ്. അതുപോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജാംദാർ. 3. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന വ്യക്തിയായിരുന്നു സുഡാനിലെയും നേപ്പാളിലെയും ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ആരായിരുന്നു ആ വ്യക്തി? ആൻസർ സുകുമാർ സെൻ. 4. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിപ്പെട്ട 6 പേരുടെ ബഹിരാകാശ നിലയത്തിലെ അനുഭവങ്ങളുടെ വിവരണമാണ് ഈ നോവൽ. 2023 സാമന്ത ഹാർവി എഴുതി പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2024 ബുക്കർ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഈ നോവലിൻ്റെ മലയാള പരിഭാഷ ആശാ നായർ എഴുതി മാതൃഭൂമി 2025 ആഗസ്റ്റിൽ പുറത്തിറക്കി. നോവലിൻ്റെ പേരെന്ത്? ഉത്തരം ഓർബിറ്റൽ. 5. ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ നായകനാണ് ഗാന്ധിജി. ഗാന്ധിജി താമസിച്ചിരുന്ന മണിഭവൻ സന്ദർശിച്ചപ്പോൾ സന്ദർശക പുസ്തകത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് എഴുതിയതാണിങ്ങനെ. ആരാണ് ആ പ്രസിഡന്റ്?